ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 120 റൂൾസ് ഓഫ് ഗ്രാമർ ഇൻ 120 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ കോമൺ പ്ലേസസ് ആയിട്ടുള്ള സ്കൂൾ, കോളേജ്, ചർച്ച്, ലൈബ്രറി ഇവിടെയൊക്കെ പ്രൈമറി പർപ്പസിന് വേണ്ടി പോകുമ്പോൾ, പ്രൈമറി പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു റെസ്പെക്റ്റീവ് ബിൽഡിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്, പ്രൈമറിലി അതിൻ്റെ ആവശ്യം എന്താണ്. ഇപ്പോൾ സ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൽ ബിൽഡ് ചെയ്തേക്കുന്നത് എന്തിനാണ്? നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിക്കാൻ പോകുന്നതാണ് അവിടുത്തെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ കോമൺ പ്ലേസസിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യില്ല. ഇപ്പം അല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും യൂസിന്, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നതെങ്കിൽ ആ കോമൺ പ്ലേസിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഐ ഗോ ടു ലൈബ്രറി ടു സ്റ്റഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈബ്രറി പോകുന്നതിന്റെ പ്രൈമറി ആവശ്യം എന്താ? പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലൈബ്രറിയുടെ ഫ്രണ്ടിൽ ദ യൂസ് ചെയ്യാൻ പാടില്ല, ലൈബ്രറിയിൽ നിന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത സെന്റൻസ് നോക്കുമ്പോൾ, ഹി വെന്റ് ടു എ ടെമ്പിൾ ടു മീറ്റ് പൂജ. ടെമ്പിളിൽ പോകുന്ന പൂജയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെമ്പിളിന്റെ പ്രൈമറി പർപ്പസ് എന്താ? പ്രാർത്ഥിക്കാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ അവിടെ എന്ത് പോയി കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി പർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കോമൺ പ്ലേസസ്, ഈ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യണം? ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെന്റൻസ്, ഷീ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ഫോർ ആൻ ഇന്റർവ്യൂ. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ഗ്രാമറ്റിക്കലി എറർ ഉണ്ട്. ഈ എറർ ഡിറ്റക്ട് ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. താങ്ക് യു.